ചർച്ചയുടെ പ്രോപ്പർ മെറിറ്റിൽ പ്രോപ്പർ പോയിന്റ്സിൽ പോകുന്നതല്ല. നമ്മൾ ഈ ബാലിശമായ പോയിന്റുകൾ പിടിച്ചോണ്ട് പോയിട്ട് കാര്യം ഔട്ട്ഫിറ്റ് ആണ് കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഞാൻ പറയുന്നത് അല്ല, പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കുക. ഷാനി സംസാരിക്കും. ഒരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റ് ആണ് SDP എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുള്ള കാര്യമല്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു, ആ പരിരക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ വിഷയമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാരിന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. കാരണം അത് പലതരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എതിർ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞങ്ങ് നിരോധിക്കുന്ന സാഹചര്യം ഭരണത്തിലിരിക്കുന്നവരുണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ പറയുന്ന SDP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ നിലവിൽ പ്രവർത്തിക്കുന്ന സാഹചര്യമുള്ള. പോപ്പുലർ ഫ്രണ്ടിന്റെ ബാക്കി എല്ലാ ഔട്ട്ഫിറ്റുകളെയും, ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഔട്ട്ഫിറ്റുകളെയും 5 വർഷത്തേക്ക് ബാൻ ചെയ്യുമ്പോഴും SDP അതിൽ പെടാതെ പോകുന്നത് ആ ഒരു ടെക്നിക്കൽ ക്ലോസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന്